നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഫുജിയറ കിരീടാവകാശിയുടെ രക്ഷാകർതൃത്വത്തിൽ നടത്തപ്പെടുന്ന അൽ ബദർ ഫെസ്റ്റിവലിന്റെ 3ാം സെഷൻ സെപ്റ്റംബർ 12 മുതൽ 26 വരെ ഫുജിയറ ക്രിയേറ്റീവ് സെന്ററിൽ നടക്കും. സാംസ്കാരിക യുവജന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഫെസ്റ്റിവലിൽ പ്രവാചകന്റെ ആദരണീയമായ ജീവചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിക്കാട്ടുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഇസ്ലാമിന്റെ സഹിഷ്ണുതാ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനും പ്രവാചകന്റെ ജീവചരിത്രത്തിലെ മഹത്തായ സ്ഥാനങ്ങൾ അനുസ്മരിക്കാനും ശ്രമിക്കുന്ന വിവിധ ശില്പശാലകളും അറബ് ഇസ്ലാമിക കലകളെ പരിചയപ്പെടുത്തുന്ന വിവിധ കലാപ്രദർശനങ്ങളും ഫെസ്റ്റിവലിൽ ഉണ്ടാകും. പൊന്നാനി താലൂക്ക് നിവാസികളുടെ ആഗോള സംഘടനയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊന്നോത്സവ് 2024 സീസൺ 7ന്റെ ബ്രോഷർ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ യാബ് ലീഗൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഡിസംബർ 1 ഷാർജയിലെ സഫാരി മോളിലാണ് ആഘോഷ പരിപാടികൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, കലാ, കായികം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമായ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് PCWF എന്ന സംഘടന. വിവാഹ സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കുകയും 100-ലധികം സ്ത്രീധനരഹിത വിവാഹങ്ങൾ നടത്തുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സഹായം നൽകി വരികയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ദുബായ് മാതൃകയായി വളർന്നു പന്തലിച്ച ഫിറ്റ്നസ് ചലഞ്ചിന്റെ 8ാം എഡിഷൻ ഒക്ടോബർ 26 മുതൽ നടക്കും. നവംബർ 24 വരെ 1 മാസ കാലയളവ് നീണ്ടു നിൽക്കുന്ന ചലഞ്ച് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 2017 ആരംഭിച്ച സംരംഭമാണ് ഇത്. 1 മാസക്കാലം എല്ലാ ദിവസവും 30 മിനിറ്റ് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക എന്നതാണ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത്. ഈ കാലയളവിനിടയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളും സംഘടിപ്പിക്കും. നടത്തം, ടീം സ്പോർട്സ്, പാഡിൽ ബോർഡിംഗ്, ഗ്രൂപ്പ് ഫിറ്റ്നസ് ക്ലാസുകൾ, ഫുട്ബോൾ, യോഗ, സൈക്ലിംഗ് തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ജീവിക്കാനും ജോലി ചെയ്യാനും സന്ദർശിക്കാനും ഏറ്റവും മികച്ച സ്ഥലം എന്ന നിലയിൽ ദുബായിയുടെ പദവി ഉയർത്തുന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.